നിയമസഭയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ചരിത്രമില്ല. എന്നാൽ പിണറായി സർക്കാർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സഭയ്ക്കകത്തും പുറത്തും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിലും നവീകരണ പ്രവർത്തനങ്ങളിലും നടന്ന ക്രമക്കേടുകളെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനം. നിയമസഭാ സ്പീക്കർ സ്ഥാനത്തു നിന്ന് പി ശ്രീരാമകൃഷ്ണനെ മാറ്റണമെന്ന പ്രമേയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നതിൽ വരെ ആ വിവാദം ചെന്നെത്തി. 2021 ജനുവരി 21 അത്. ലോക കേരള സഭ ചേരുന്നതിനായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ പൊളിച്ചു പണിതതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയാണ് നടന്നത്. 2018 ഒന്നാം ലോക കേരള സഭ ചേരുന്നതിനായി ശങ്കരനാരായണൻ തമ്പി ഹാൾ നവീകരിച്ചത് 1,84,00,000 രൂപ മുടക്കിയായിരുന്നു. ഹാളിലുണ്ടായിരുന്ന യാതൊരു കേടുപാടുകളിലുമില്ലാത്ത ഇരിപ്പിടങ്ങൾ മാറ്റി പകരം പുതിയത് സ്ഥാപിച്ചു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് രണ്ടാം ലോക കേരള സഭയ്ക്കായി ആ ഇരിപ്പിടങ്ങൾ മാറ്റി വീണ്ടും ശങ്കരനാരായണൻ തമ്പി ഹാൾ നവീകരിച്ചു. പച്ചയായ അഴിമതിയാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഇതെല്ലാം. ഇവിടെയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ രംഗപ്രവേശം. ഇത് പച്ചയായ ധൂർത്തല്ലേ എന്നായിരുന്നു ചെന്നിത്തലയുടെ ചോദ്യം. വിദേശ നിർമ്മിതമായ ശരറാന്തലുകൾ തൂങ്ങുന്ന പ്രൗഢഗംഭീരമായ ഹാളായിരുന്നു നിയമസഭയുടെ താഴെ നിലയിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാൾ. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന തേക്കിൻ തടിയിൽ തീർത്ത മര ഉരുപ്പടികൾ വേറെയും ഉണ്ടായിരുന്നു അവിടെ. ഇതെല്ലാം പൊളിച്ചു മാറ്റിയിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നവീകരണം നടത്തിയത്. രണ്ടാമത്തെ ആ നവീകരണത്തിന് 16,65,00,000 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. ഈ വിവരം പുറത്തു വന്നതോടെ ഇത് പച്ചയായ അഴിമതിയാണെന്ന് ആരോപണമുയർന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കോടികൾ പാഴാക്കുന്നതിനെ പ്രതിപക്ഷം എതിർത്തു. അവർ ശബ്ദമുയർത്തി. എന്നാൽ എസ്റ്റിമേറ്റിൻ്റെ പകുതി തുക, അതായത് 9,40,00,000 രൂപയെ നവീകരണത്തിന് ചെലവ് വേണ്ടി വന്നുള്ളൂ എന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ വാദം പൊളിഞ്ഞു. അപ്പോൾ ആദ്യം എന്തുതരം എസ്റ്റിമേറ്റാണ് എടുത്തത്? ഒന്നിനും ഒരു കണക്കില്ലേ? പകുതി മാത്രം ചെലവ് വരുന്ന ജോലിക്ക് ഇരട്ടി തുക എസ്റ്റിമേറ്റ് അംഗീകാരം നൽകിയത് എന്തിനായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തി. 2 വർഷം കൂടുമ്പോൾ ആകെ 1.5 ദിവസം മാത്രം സമ്മേളനം നടത്താനാണ് ഈ ധൂർത്ത് എന്നോർക്കണം. ഒറ്റ മുണ്ടുടുത്ത് കൈമുറിയൻ ഷർട്ട് ധരിച്ചു വരുന്ന നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറായ ശങ്കരനാരായണൻ തമ്പി ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ ശങ്കരനാരായണൻ തമ്പി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ധൂർത്ത് കാണിക്കാൻ അങ്ങ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും എങ്ങനെ തോന്നി? അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. നിയമസഭയെ കടലാസ് രഹിതമാക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയാണ് മറ്റൊരു അഴിമതി. 52,21,00,000 രൂപയുടെ വമ്പൻ പദ്ധതിയായിരുന്നു ഇത്. പക്ഷേ ഈ പദ്ധതിക്ക് ടെൻഡറില്ലായിരുന്നു. ഇത്രയും വലിയ പദ്ധതിയായിട്ടും എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ടെൻഡറില്ലാതെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയെ ആണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത്. ഊരാളുങ്കൽ ഈ കരാർ SPL എന്ന കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഈ വിധാൻസഭാ പരിഷ്കാരം നടപ്പിലാക്കിയത് ഹിമാചൽ പ്രദേശിലാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്ററിലാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 2014 ആ പണി പൂർത്തിയാക്കിയത്. വെറും 8,01,00,000 രൂപ മാത്രമാണ് അവിടെ ചെലവായത്. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ ഈ നിയമസഭാ പരിഷ്കാരവും NICയെ ഏൽപ്പിച്ചില്ല? ഇവിടെ 52 കോടി രൂപ ചെലവഴിച്ചിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? സംസ്ഥാന നിയമസഭയിൽ ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയുള്ള ഡെസ്ക് ഡിജിറ്റലൈസ് ചെയ്തത് NIC ആയിരുന്നു. ചെലവ് 60 ലക്ഷം രൂപ. പക്ഷേ 52 കോടിയുടെ ഈ നവീകരണ പ്രവർത്തനം ഏൽപ്പിച്ചത് ഊരാളുങ്കലിനെയായിരുന്നു. വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 60 ലക്ഷം രൂപ NICക്ക് നൽകി ചെയ്ത ഡെസ്ക് ഡിജിറ്റലൈസ് ഉപയോഗമില്ലാതെയാകും. ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയായിരുന്നു. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന ആഘോഷത്തിൻ്റെ പേരിൽ നടന്നത് വൻ ധൂർത്തായിരുന്നു. ഈ അഴിമതിയുടെ കണക്കുകൾ നിരത്തി പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതിൻ്റെ പേരിൽ ഒഴുക്കിയത് കോടികളാണ്. 6 സെക്ഷനുകളിലായി നടത്താൻ ഉദ്ദേശിച്ച പരിപാടിയുടെ 2 സെക്ഷനുകൾ മാത്രമാണ് നടന്നത്. കാരണം അപ്പോഴേക്കും കോവിഡ് പിടിമുറുക്കി കഴിഞ്ഞിരുന്നു.
ആദ്യത്തെ പരിപാടിക്ക് 1 കോടി രൂപയും രണ്ടാമത്തെ പരിപാടിക്ക് 1,31 ലക്ഷം രൂപയും ചെലവഴിച്ചു പിണറായി സർക്കാർ. ഈ 2 പരിപാടികളുടെയും പരസ്യത്തിനു വേണ്ടി മാത്രം ചെലവായത് 31,16,000 രൂപയായിരുന്നു. ഈ പരിപാടിക്കായി കരാർ അടിസ്ഥാനത്തിൽ 5 പേരെ നിയമിച്ചിരുന്നു. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി വേണ്ടെന്ന് വെച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർ അതേ ജോലിയിൽ തുടർന്നു. അവർക്ക് വേണ്ടി ശമ്പള ഇനത്തിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 21,61,000 രൂപ. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമല്ല, ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ഉത്സവമാണ് എന്നായിരുന്നു ചെന്നിത്തലയുടെ പരിഹാസം. വീണ്ടും ചില ആരോപണങ്ങൾ കൂടി ചെന്നിത്തല ഉന്നയിച്ചു. അതിങ്ങനെയായിരുന്നു: നിയമസഭാ മ്യൂസിയത്തിലെ പുതിയ ബ്ലോക്കിൽ 7.5 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച കുട്ടികളുടെ ലൈബ്രറി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ EMS സ്മൃതി സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. EMSന് സ്മാരകമുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. പക്ഷേ 7.5 ലക്ഷത്തിൻ്റെ കുട്ടികളുടെ ലൈബ്രറി പൊളിച്ചിട്ട് വേണോ 80 ലക്ഷം രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കേണ്ടത്? സഭ TVയുടെ പേരിലും വൻ ധൂർത്ത് നടക്കുകയാണ്. സഭ TV എന്ന ആശയത്തിനോട് പ്രതിപക്ഷത്തിന് എതിർപ്പില്ല. അതിനോട് പ്രതിപക്ഷവും സഹകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല. 35,000 രൂപ മുതൽ 60,000 രൂപ വരെ പ്രതിമാസ ശമ്പളം വാങ്ങുന്ന 5 കൺസൾട്ടൻറ്റുകൾ അവിടെയുണ്ട്. ചീഫ് കൺസൾട്ടൻറ്റ് ഡൽഹിയിൽ നിന്ന് വല്ലപ്പോഴുമാണ് വരുന്നത്. അദ്ദേഹത്തിന് താമസിക്കാൻ പ്രതിമാസം 28,000 രൂപ വാടകയുടെ ഒരു ഫ്ലാറ്റുണ്ട്. 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയാണ് ഈ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്. MLA ഹോസ്റ്റലിൽ അംഗങ്ങൾക്കും മറ്റും താമസിക്കാനുള്ള 15ഓളം മുറികൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴായിരുന്നു ഈ ധൂർത്ത്. ബഹുമുഖമായ മാധ്യമ ഇടപെടലുകൾ നടത്തുന്നതിന് കേരള നിയമസഭയെ സജ്ജമാക്കുന്നതിനു വേണ്ടിയാണ് സഭ TV രൂപീകരിച്ചത് എന്നായിരുന്നു സ്പീക്കറുടെ ന്യായം. പക്ഷേ അതുവരെ എന്ത് ഇടപെടലാണ് സഭ TV നടത്തിയത് എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഒരു മാസം 40 ലക്ഷത്തോളം രൂപയാണ് ടെലികാസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ചാനലുകൾക്ക് നൽകിയിരുന്നത്. അതിനകം തന്നെ 60 ലക്ഷത്തിലധികം രൂപ പ്രോഗ്രാമുകൾ നിർമ്മിക്കാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് OTT പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി 47 ലക്ഷം രൂപ ഒരു സ്വകാര്യ സ്ഥാപനത്തിനു നൽകിയത്. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനായി മാത്രം ഒരു മാസം ചിലവാക്കിയതാകട്ടെ 2,38,000 രൂപയും. ഈ ഇനത്തിൽ മാത്രം അതിനകം ചെലവായത് 25 ലക്ഷം രൂപ. പിണറായി സർക്കാരിൻ്റെ അഴിമതികളെ വിടാതെ പിന്തുടർന്നിരുന്ന ചെന്നിത്തല ചോദിച്ചത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു. വ്യക്തമായ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചോദിച്ചത്. നിയമസഭാ മന്ദിരത്തിൻ്റെ മൊത്തം നിർമ്മാണ ചെലവ് 76 കോടി രൂപയാണെന്നും എന്നാൽ അവിടെ നവീകരണം നടത്തിയത് 64 കോടി രൂപയ്ക്കാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അപ്പോൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഒരു മുടന്തൻ ന്യായം പറഞ്ഞു. മാറുന്ന കാലത്തോട് ചേർന്നു നിൽക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു ആ ന്യായം. നിയമസഭയ്ക്ക് ആദ്യമായി ഒരു ബദൽ മാധ്യമം കൊണ്ടുവന്നത് എങ്ങനെ തെറ്റാകുമെന്ന് ചോദിച്ച ശ്രീരാമകൃഷ്ണൻ ഡിജിറ്റൽ അസംബ്ലി, സഭ TV, ലോഞ്ച് നവീകരണം എന്നിവയെല്ലാം മോണിറ്ററിംഗ് സമിതികളുടെ നിരീക്ഷണത്തിലാണ് നടത്തിയത് എന്നും ന്യായീകരിച്ചു. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ശേഷം താൻ കത്തു നൽകിയപ്പോൾ മാത്രമാണ് നിയമസഭാ സാമാജികരുടെ സമിതി രൂപീകരിച്ചത് എന്ന് ചെന്നിത്തല വെളിപ്പെടുത്തി. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രമേയം സഭ പിന്നീട് തള്ളി. സഭയിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ പ്രമേയം തള്ളിപ്പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ കൊടും കൊള്ളകളാണ്. 2016 പിണറായി വിജയൻ അധികാരമേറ്റു. പിറ്റേന്ന് മുതൽ തുടങ്ങി അഴിമതികളും ധൂർത്തുകളും. 76 കോടി രൂപ മുടക്കി നിർമ്മിച്ച നിയമസഭാ മന്ദിരത്തിൽ 64 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി എന്നറിയുമ്പോൾ തന്നെ മനസ്സിലാകും അഴിമതിയുടെ ആഴം. രമേശ് ചെന്നിത്തല എന്നൊരു പ്രതിപക്ഷ നേതാവില്ലായിരുന്നുവെങ്കിൽ ഇതുൾപ്പെടെയുള്ള പല അഴിമതികളും പുറം ലോകം അറിയുമായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഇന്ന് ആ സ്ഥാനത്ത് നിർഗുണ പരബ്രഹ്മമായ ഒരു മനുഷ്യനാണ്. പിണറായി സർക്കാരിൻ്റെ അഴിമതി കഥകൾ ഇനിയും തുടരും.